ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇപ്പം സമയം 2:15. ഇസു ഇവിടെ കിടക്കുന്ന കാണാൻ വയ്യ. ഇസു ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോണ്. അപ്പം നമ്മൾ എവിടെ പോണെന്ന് വെച്ചു, ട്രിപ്പ് പോയാണ് എറണാകുളത്ത്. നമ്മൾ ഇന്നത്തെ ഒരു ഫുൾ വ്ലോഗ് ഇടാന്ന് വിചാരിക്കുന്നു. കാണാം. ഹലോ ഗൈസ്, നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നു, ഡീസൽ അടിക്കാൻ വേണ്ടി വന്നു. നമ്മൾ ഈ അങ്കാണ് അടിച്ചേർന്നത്. ഇതെന്റെ ഇസുമോളാണ്. എന്തിനാ എണീച്ചത്? ഞാൻ ഇസു മാച്ചിങ് ഡ്രസ്സാണ്, വൈറ്റ് ആൻഡ് പിങ്ക് ഫ്ലവർ. ഹായ് ഹലോ ഗൈസ്, പറ ഇസു. ഒന്നില്ല ഇസു, ഇസു ഇവിടെ ഉറങ്ങണ സ്ഥലമാണ്. ഞാൻ ഇസു മാച്ചിങ് കോപ്പി കാറ്റ് ആണ്. എന്റെ കോപ്പി കാറ്റ് ആണ് ഇസു. ഇതാരാണ്? ഒരാൾക്ക് ഇവിടെ എന്റെ മറ്റേ കാര്യം പറയട്ടാ, വയറിളക്കത്തിന്റെ കാര്യം. ഗൈസ്, അപ്പൊ നമ്മള് 8:30 ഇവിടെ എറണാകുളത്തെത്തി. നമ്മൾ ശരവണ ഭവനിൽ നിന്ന് കോഫി കുടിച്ചു. ഇസു എണീറ്റു. ഇസു ഇപ്പൊ എണീച്ചതേ ഉള്ളൂ. ഒരാള് ഉറക്കായി. നെക്സ്റ്റ് നമ്മള് എവിടെയാണ് പോവാൻ പോണേന്ന്, ഇതാരാ ഉറക്കത്തിൽ തന്നെ ശരിക്കും? ഇതാര് വായും തുറന്നിരിക്കണ ആര്? ഇങ്ങനെ ഇരിക്കണ ഇപ്പൊ എണീച്ചേ ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ അടുത്ത ഇഹയിലോട്ട് പോകുന്നു, ഇഹ ഡിസൈനിലോട്ട്. ഭയങ്കര ട്രാഫിക്. 14 മിനിറ്റ് കൊണ്ട് പോവാനുള്ളത് ഇപ്പം 20 ആയിരുന്നു. ഇപ്പൊ 17 മിനിറ്റ്. മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ടാണ് ഇവിടെ കിടക്കാൻ എറണാകുളം. കാർട്ടൂൺ കണ്ടതാ ഇവിടെ ഇരിക്കുന്നു. എവിടെ പോണു സു? ഓക്കെ, ഈസുവിന്റെ സ്കൂൾ ബസ്സാണ്. ഈ KSRTC എന്നാണ് പറയണത്. ഒരു മൂഷട്ടെ കാണിച്ചു തരാം ഞാൻ. From here, right? Yes. സായിപ്പ ഇപ്പൊ ഇറക്കുമതി ചെയ്തേ ഉള്ളൂ നമ്മൾ ഇങ്ങോട്ട്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇഹ ഡിസൈൻസിൽ ഇതായെത്തി. ഇതാണ് ഇഹ ഡിസൈൻസ്. അപ്പൊ ഇവിടെ ഉള്ള കളക്ഷൻസ് നമ്മൾ പറ്റുമെങ്കിൽ കാണിക്കാം, സമയം ഉണ്ടെങ്കിൽ കാണിക്കാം. പെട്ടെന്ന് വേറെ സ്ഥലത്ത് പോകണം. ഇഹ ഡിസൈൻസ് ബൈ നോഹ സജി. നോഹ നമ്മളെ 2nd ഫ്ലോറിലാണ്. പാർട്ടി വെയറിന്റെ സെക്ഷൻസ്. ഇത് ബ്രൈഡലിന്റെയാണ് കളക്ഷൻസ്. നമ്മള് ഇഹയിലും കയറി, മിലാനിൽ കയറി. പിന്നെ നമ്മള് പിസ്സ കഴിച്ചു. അതൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഈ ഫോൺ ഞാൻ ബാഗിലിട്ട്, മഴ ആയതുകൊണ്ട് ഭയങ്കര മഴ ഇവിടെ, ബാഗിലിട്ട് ബാക്കി വെച്ചേക്കായിരുന്നു വണ്ടിയിൽ. അപ്പൊ ഞാൻ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എവിടത്തെയാ? ഇഹ ഡിസൈൻസില് വളരെ അധികം ഹൈ ആണ്, നല്ല ഹൈ ആണ്. അതായത് നമ്മൾ നോർമൽ വാങ്ങുന്ന ടൈപ്പ് സംഭവങ്ങൾക്കും ഒരു 10K ആ ഒരു റേഞ്ചാണ്. ട്രിവാൻഡ്രമാണ് കുറവ്. എറണാകുളം കുറച്ച് റേറ്റ് എക്സ്പെൻസീവ് ആണ്. 10Kക്ക് മുകളിലാണ് എല്ലാം റേറ്റ്. പിന്നെ ടോപ്സ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. മിലാനിലും അത്യാവശ്യത്തിൽ കത്തിയാണ്. അവിടുന്ന് ഒന്നും വാങ്ങിയില്ല. ബ്രോഡ്വേയിലും പോകാൻ പറ്റില്ല മഴ കാരണം. ഇപ്പൊ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ വരുന്നു ഗൈസ്.
കിടക്കുന്നു. നമുക്ക് എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയത്തില്ല, പക്ഷെ കുറച്ചും കൂടെ മഴ പെയ്ത ഇവിടെ ഒരു പ്രളയം വരുന്ന നമ്മൾ ബാറിൽ പോയാണ് അടുത്ത. നമ്മൾ ഇങ്ങനെ ഈ ഒരു കാടിന്റെ അകത്തു കൂടെയാണ് പോകുന്നത്. ഇത് ഏത് വഴിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയം റോട്ടിലാണ് പോകുന്നത്. മാപ്പ് ഇട്ട് പോകുന്നത്. ഇവിടെ ഒരു കാട്ടിനകത്തുള്ള പോണ ഫീൽ ഉണ്ടല്ലേ അല്ലേ? ഇപ്പോഴും കായല്, ഇവിടെയും കായലാണ്. ഇവിടെ ഫുള്ള് രണ്ട് സൈഡും മരങ്ങളുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെയാ പോകുന്നത്. നമ്മൾ എവിടെ പോയെന്ന് വെച്ചാ നമ്മള് എറണാകുളത്ത് പോയത് എന്തിനാണ് വെച്ചു? ഞാനാണെങ്കിൽ കുറച്ചാള് സൗദിയിൽ പോയാന്ന് ആലോചിക്കുന്നുണ്ട്. ഒരു 5 വർഷം. അയ്യോ ആനെന്ന് വിചാരിച്ചേ. അയ്യോ ബുദ്ധി. ആ 2 കൊച്ചുള്ളത് നടന്നത് കൊടയെ കൊണ്ടപ്പോ ആനയെന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് ആനയെന്ന് വിചാരിച്ചു. വിചാരിക്കും ഓംപ്ലേറ്റോ ഉറക്കമല്ലേ? ഓംപ്ലേറ്റ് അടിക്കുക. ഓംപ്ലേറ്റ് വീഡിയോ എടുക്കട്ടെ. അങ്ങനെ പറ. VFC പോയി, ബയോമെട്രിക് കഴിഞ്ഞു. ഫിംഗർ എടുക്കാനാണ് പോയത്. അപ്പൊ ഞാൻ കുറച്ച് നാള് കൊണ്ട് ഞാനാണെങ്കിൽ നാട്ടിൽ നിൽക്കണം. ശല്യം കാരണം അവന്റെ ശല്യം നമുക്ക് ശല്യം കാരണം പോയി. എല്ലാവർക്കും പരാതി ഞാൻ ജോലി ചെയ്യുന്നില്ല. മടിയായത് കൊണ്ടാണോ? അപ്പൊ ഒരു 5 വർഷമേ ഞാൻ എടുത്തോളൂ. ഒരു 5 എന്തായാലും അടുത്ത മാസം സൗദി പോകും. ജോലി ചെയ്യാൻ പോകും. ജോലിക്കായിട്ട് പോകും. അപ്പൊ അവിടത്തുള്ള കാര്യങ്ങളെ നെക്സ്റ്റ് വീഡിയോസ് മൊത്തം ഇനി വരുന്ന സൗദിയിലായിരിക്കും. VFSCയിൽ പോയി VFSCയിൽ നമ്മൾ ഡേറ്റ് എടുക്കുമ്പോൾ എറണാകുളം. അത് VFSCക്കാരിൽ ആരെങ്കിലും ഒരാൾ കാണണമെങ്കിൽ എന്തുകൊണ്ട് VFC ട്രിവാൻഡ്രത്ത് വെക്കുന്നില്ല? ഇവിടെയാണെങ്കിൽ എറണാകുളത്ത് പാർക്കിംഗ് ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ ഇപ്പൊ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ വെച്ചോണ്ട് അവിടെ വെയിറ്റിംഗ് ഏരിയയില് പിന്നെ നമ്മള് വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കില്. ഓക്കെ, അതൊന്നും ആരും പറയാനില്ല. പിന്നെ പിസ ഡൊമിനോസിൽ കയറി അവിടെ ഇരുന്നു. പിന്നെ അത് അവിടെ കയറിയപ്പോ തന്നെ 2 പേര് പെട്ടെന്ന് വേണമെങ്കിൽ എടുത്തു തരാൻ 1500 കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അത് കേട്ട് ചോദിച്ചു ഇവരടുത്ത് പറഞ്ഞിട്ട് ഈ 1500 ഇട്, ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞു. ഇവരല്ലേ ആൾക്കാര്. ഒരു അർജന്റും ഇല്ല. ഞാൻ വെയിറ്റ് ചെയ്തോളാം. നോർമൽ ഫീസ് 500 ആണ്. അപ്പൊ സ്പീഡിന് പോയിട്ട് 10 മിനിറ്റ്. ഇപ്പൊ മോർണിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ 2:30ക്കാണ് ചോദിച്ചുകൊണ്ട് അപ്പോയിന്റ്മെന്റ്. ഇവൻ 2:15 വന്നിട്ട് പറയണ് 2:30 നമുക്ക് 2:15 എടുക്കണമെങ്കിൽ എക്സ്ട്രാ 1000 കൂടെ കൊടുത്ത് 2:15 തന്നെ കയറാം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ ഇവൻ പറഞ്ഞു ഇല്ല 6 മണിയൊക്കെ കഴിയും തിരിച്ചു വരാനാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഒരു ധൃതിയും ഇല്ലെന്ന് പറഞ്ഞു. നോക്കിയപ്പോ 10 മിനിറ്റ് തന്നേക്കണ്. നോർമലായിട്ട് 500 പേയ്മെന്റിൽ വന്നു. സൗദി ആയതുകൊണ്ട് പെട്ടെന്ന് വന്നു. UK-കാരൊക്കെ അവിടെ 1:30 വന്നവരെ വെയിറ്റ് ചെയ്യുന്നു പറയുന്നു. അങ്ങനെ ഇപ്പൊ നമ്മള് ആലപ്പുഴയാണോ കോട്ടയെല്ലാം കണ്ട് കോട്ടയത്തിന്റെ മണം മഴ ആയതുകൊണ്ട് ഒന്നും പറ്റിയില്ല. പിന്നെ ഒന്നും എനിക്ക് കിട്ടിയില്ല, ഗൗൺ ഒന്നും കിട്ടിയില്ല ഗൈസ്. അതിന്റെ വിഷമോ എനിക്കുണ്ട്. എനിക്ക് കാരണം ഇപ്പൊ കൊറേ ഫങ്ഷൻസ് വരെയാണ് അടുപ്പിച്ച്. അതിനൊന്നും ഇടാൻ ഒന്നുമില്ല. പിന്നെ അതപ്പോ കുറച്ച് പാർട്ടി വെയർ വാങ്ങിക്കാം. നോർമൽ വെയർ അല്ല, എനിക്ക് 2 പാർട്ടി വെയർ വാങ്ങണം മെയിനായിട്ട്. അപ്പം അത് നോക്കി നടന്നൊന്നും കിട്ടിയില്ല. എന്തായാലും അത് വാങ്ങിക്കും. ഇപ്പൊ നമ്മളെ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ വാങ്ങാന്ന് വിചാരിക്കുന്നു ഞാൻ. നെക്സ്റ്റ് ഞാൻ ടാജിലായിരിക്കും പോകുന്നത്. എന്തിനാണ് ചുമ്മാ എന്റെ ബർത്ത്ഡേ അവിടെ അല്ലേ ചോദിച്ചു.
ബർത്ത്ഡേ ചോദിച്ചാൽ അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്തല്ലേ? യെസ്, പമ്മുന്റെ ബർത്ത്ഡേക്ക് എല്ലാരും വരണം. ഒന്ന് ഓമൈ താമരയിൽ വെച്ചാണ് ബർത്ത്ഡേ. ബൊഫയാണ് ബൊഫെ. ചോദിച്ചതിന്റെ എല്ലാം എന്റെ ഭർത്താവിന്റെ ഭർത്താവ് പൊട്ടിയ മതിയാ. പൊളിക്ക് നമ്മളെല്ലാരും പറഞ്ഞൊരു പറഞ്ഞാൽ മതി. പമ്മു 1 2 3 പമ്മു 1 2 3 പറഞ്ഞൊരു പറഞ്ഞു കഴിഞ്ഞാൽ ബൊഫെ പമ്മു 2 3. 12-ാം തീയതി ഓമൈ താമരയില് എല്ലാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും പറഞ്ഞവരെ ഒന്ന് കമന്റ് ഇടണം. 12-ാം തീയതിയാണ് നമ്മൾ എത്ര മണിക്കെന്ന് ഡീറ്റെയിൽസ് പറയാം. പറഞ്ഞവരൊന്ന് പറയണം. ചിരിക്കണ എന്ത് സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവർക്കും പാർട്ടി ചെയ്യണം. ഞാൻ ചെയ്യും ഗൈസ്. എല്ലാവർക്കും പാർട്ടി ചെയ്യണം. എന്ത് നമ്മളിപ്പോ അതിക്രൂരം നമുക്ക് സത്യം പറഞ്ഞ പേടിച്ചിരിക്കുന്നു. ആ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങി ഗൈസ്. കണ്ട വീടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരെ എത്തി. ആൾക്കാരൊക്കെ ഇല്ല, അവര് നോക്കത്തുണ്ട്. വീടൊക്കെ മുങ്ങി, വെള്ളം കയറിയല്ലേ? കാരണം ഇവരുടെ 2 സൈഡും കായലാണ് ഈ ആൾക്കാരുടെ. അപ്പം വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത് ഇപ്പോഴത്തെ മഴ ഇങ്ങനെ നിക്കുന്നത് കൊണ്ട് ഇങ്ങനെ റോഡ് വരെ എത്തി. ഇങ്ങോട്ടൊക്കെ ഭയങ്കര നോക്കി വെച്ചു. ഈ വീടുകളൊക്കെ മുങ്ങി നിക്കുകയാണ് കായലില്. അതിന്റെ അവിടെയൊക്കെ നമുക്ക് ടി വി കാണുമ്പോ നമ്മൾ വിചാരിക്കും ഓ, പക്ഷേ ഇത് ഇത്രയും ഇതാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത് നേരിട്ട് ഗൈസ്. അപ്പൊ നമ്മള് എഴുത്താണിക്കടയിൽ വന്നിട്ട് പെറോട്ട, മട്ടൻ കറി, കോയിൻ പെറോട്ട, എഴുത്താണിക്കട.